കണ്ട കൈറോഡ് വഴി വേഗത്തിൽ നടന്നു പോകുന്ന ജാൻസിയെ ഒരു നിമിഷം ആൽവിൻ നോക്കി നിന്നതിനു ശേഷമാണ് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിയത്. സമയം പോയതോർത്ത് ഓടി ഇറങ്ങി ചെല്ലുന്ന സമയത്താണ് ജാൻസി ചേച്ചിയെ എന്നുള്ള ഒരു വിളി കേട്ടത്. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ബെന്നിയുടെ പെങ്ങളുകൊച്ചാണ് ബീന. അവൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബെന്നി തൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന സുഹൃത്താണ്. സ്കൂൾ പഠനമെല്ലാം കഴിഞ്ഞപ്പോൾ ബെന്നി അപ്പച്ചൻ്റെ കട ഏറ്റെടുത്തു നടത്താൻ തുടങ്ങി. അവൻ്റെ അപ്പച്ചൻ ഒരു സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുകയാണ്. തൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് ബെന്നി. അത്യാവശ്യം പണമുള്ള സമയങ്ങളിലൊക്കെ തനിക്ക് തന്ന് സഹായിക്കാറുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ താൻ കടം വാങ്ങാറുള്ളൂ. തന്നെ മോശം കണ്ണോട് നോക്കാത്ത ഒരു പുരുഷനാണ് അവൻ എന്നവൾക്കറിയാം. അമ്മച്ചി പണ്ടേ മരിച്ചുപോയ ബീനയോട് ജാൻസിക്ക് വല്ലാത്ത വാത്സല്യമാണ്. ബെന്നിക്ക് താൻ ബീനയെപ്പോലെ തന്നെ ഒരു സഹോദരിയാണ്. പഠിക്കുന്ന കാലം മുതൽ. എൻ്റെ ബീനക്കൊച്ചിന് ഇന്ന് സ്കൂളിൽ പോകണ്ടായോ? എൻ്റെ ചേച്ചി, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ആ ശരിയാ, ഞാനങ്ങ് മറന്നുപോയി. അവിടെയും രണ്ടെണ്ണം പോയിട്ടില്ല. അത് മറന്നുപോയി കൊച്ചേ. അപ്പച്ചൻ എന്തിയേ? ഉറക്കമാണ്. മോള് കഴിച്ചോ? ആ കഴിച്ചു. എന്നാ ഇതും കൂടി പുഴുങ്ങി കഴിച്ചതിന് ശേഷം പഠിച്ചാൽ മതി. നല്ല ബുദ്ധി വരും. താറാമുട്ടയാണ്. ചേച്ചിക്ക് നേരം പോയി. അവൾ കയ്യിലുണ്ടായിരുന്ന ബാക്കി മുട്ട അവളുടെ കൈകളിലേക്ക് വച്ചു. അവളോട് യാത്രയും പറഞ്ഞ് അരമനയിലേക്ക് നടന്നു. തെങ്ങിൻ തോപ്പ് കഴിയുന്നതും കാണാം തല ഉയർത്തി നിൽക്കുന്ന അരമനയിൽ വീട്. ആ തെങ്ങിൻ തോപ്പ് ചെന്ന് അവസാനിക്കുന്നത് ഒരു ബഹുനില ഭവനത്തിൻ്റെ ഗേറ്റിലാണ്. നാട്ടിലെ പേര് കേട്ട ക്രിസ്ത്യൻ തറവാട്. സ്വർണലിപിയിൽ ഗേറ്റിൽ അരമനയിൽ എന്ന് കൊത്തിവെച്ചിട്ടുണ്ട്. പൂന്തോട്ടത്തിൽ ചുറ്റും വിരിഞ്ഞ വെള്ളാരം കല്ലുകൾ ആ പൂന്തോട്ടത്തിന് മാറ്റുകൂട്ടി. സൂര്യപ്രകാശത്തിൽ അവ വൈഡൂര്യം പോലെ തിളങ്ങും. ചെറിയ പുൽത്തകടിയും ചെറിയൊരു കുളവും. മുറ്റത്തിൻ്റെ ഇരുവശങ്ങളും സിമന്റ് പാതയാണ്. അത് അവസാനിക്കുന്നതോ അരമനയിൽ എന്ന സൗധത്തിലേക്കും. അരമനയിൽ വീട്ടിലെ ജോലിക്കാരാണ് വർഷങ്ങളായി ജാൻസിയും അവളുടെ വീട്ടുകാരും. അപ്പച്ചൻ ആന്റണി മുതലാളിയുടെ ഡ്രൈവറായിരുന്നു. അമ്മച്ചിക്കായിരുന്നു അടുക്കളപ്പണി. അമ്മച്ചി മരിച്ചതോടെ ജാൻസി അത് ഏറ്റെടുത്തു. അരമനയിൽ വർഗീസിന് മക്കൾ 4. മൂത്ത മകൻ ജെയിംസ് അച്ഛനാണ്. ഇപ്പോൾ ദോഹയിലാണ് സേവനം. അതിനിളയത് ഒരു മകളാണ്, ആനി. അവർ ഹെഡ് മിസ്ട്രസ് ആണ് കോട്ടയത്തുള്ള സ്കൂളിൽ. പിന്നീടുള്ളത് മകളാണ്. അവരും സിസ്റ്ററാണ്. എറണാകുളത്താണ്. ആഗ്നസ്. ഏറ്റവും ഇളയതാണ് ആന്റണി. അയാളാണിപ്പോൾ അരമനയുടെ അവകാശി. ഭാര്യ ക്ലാര. ഒരു പാവം പാലാക്കാരി അമ്മച്ചി. 2 മക്കൾ, ഒരു മോനും മോളും. മൂത്തത് മകളാണ്. മെഡിസിൻ കഴിഞ്ഞ് വിദേശത്താണ്. വിവാഹം കഴിഞ്ഞ്. രണ്ടാമത്തെ മകൻ പോലീസ് ഇൻസ്പെക്ടറാണ്. ഇപ്പോൾ കോഴിക്കോടാണ് ആള്. അരമനയിൽ ആന്റണി വർഗീസ് നാട്ടിലെ വലിയ പ്രമാണിയാണ്. മലയോര കോൺഗ്രസ് പാർട്ടിയിൽ നല്ല സ്വാധീനവുമുണ്ട്. ഒരുപാട് സ്ഥലവും കൂപ്പും റബ്ബർ എസ്റ്റേറ്റും ഒക്കെയുണ്ട്. പോരാത്തതിന് ഏലവും കാപ്പിയുമുള്ള ഒരു എസ്റ്റേറ്റ് പീരുമേട്ടിലും. പിന്നാമ്പുറം വഴി അടുക്കളവാതിൽ ചെന്നപ്പോൾ തന്നെ കണ്ടു താറാവിറച്ചി ശരിയാക്കുന്ന ക്ലാരമ്മച്ചിയെ. മോൻ വരുന്നതിൻ്റെ സന്തോഷമാണ് ആൾക്ക്. ജോലിക്കാരെയൊക്കെ കുടുംബാംഗങ്ങളെ പോലെയാണ് കാണുന്നത്. അല്ലേലും ആന്റണി മുതലാളിയും അങ്ങനെ തന്നെയാണ്. ഓണവും ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ വരുമ്പോൾ ജോലിക്കാർക്കൊക്കെ ശമ്പളവും വസ്ത്രവും ഒക്കെ നൽകും. അടുത്ത ആഴ്ച ഇവിടുത്തെ പള്ളിയിൽ പെരുന്നാളാണ്. അതിനാണ് മകൻ വരുന്നതെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ ക്ലാരമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്ന് കത്തി വാങ്ങി. താമസിച്ചു പോയി ക്ലാരമ്മച്ചി. സാരമില്ല ഒജയ്, എനിക്കറിയത്തില്ലേ നീ എന്തെല്ലാം പണികൾ ഒതുക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ചെയ്തോളാം, അമ്മച്ചി പോയിക്കോ. ഇതൊക്കെ ശരിയായിടി. ഇനി ഇത് ഉച്ചക്കത്തേക്കുള്ളതാ. രാവിലത്തേക്കുള്ള എല്ലാം ഞാൻ ശരിയാക്കി. നീ എല്ലാം ഇന്നലെ തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ലേ പോയത്. എന്നാ സന്തോഷം ഇപ്പം ക്ലാരമ്മച്ചിയുടെ മുഖത്ത്. അത് പിന്നെ അങ്ങനെ അല്ലേടി കൊച്ചേ. എത്ര നാളായി ഞാൻ ആഗ്രഹിക്കുന്നതാണ് അവനെ ഒന്ന് കാണാൻ. കോഴിക്കോട് പോയേ പിന്നെ കണ്ടിട്ടേയില്ല. എൻ്റെ കൊച്ചൻ്റെ വായിലെ രുചികളൊക്കെ പോയിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, ക്ലാര ഉത്സാഹത്തോടെ പറഞ്ഞു. എന്തായാലും മോൻ പോലീസുകാരനാണെന്ന് ക്ലാരമ്മച്ചിക്ക് എല്ലാവരോടും സന്തോഷത്തോടെ പറയാമല്ലോ. അത് പറഞ്ഞപ്പോൾ ക്ലാരമ്മച്ചിയുടെ മുഖം വിടരുന്നത് അവൾ കണ്ടിരുന്നു. അവർ നിറഞ്ഞൊരു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചു. നീ മുട്ട കൊണ്ടുവന്നിരുന്നോ കൊച്ചേ? ആ കാര്യമൊന്നും പറയണ്ട. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചു പോയത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഏതോ ഒരു നശിച്ചവൻ ഒരു വണ്ടി കൊണ്ടുവന്ന് ഒറ്റ ചവിട്ട് ഉടനെ കിടക്കുന്നു മുട്ടയെല്ലാം കൂടെ റോഡിൽ. ഞാനാണെങ്കിൽ ഉള്ളത് മൊത്തം എടുത്തോണ്ടാണ് വന്നത്. 20 മുട്ടയുണ്ടായിരുന്നു. ഷോ, എന്നിട്ട് നിനക്ക് വല്ലതും പറ്റുമോടി കൊച്ചേ? ആവലാതിയോടെ ക്ലാര ചോദിച്ചു. ഓ, ഒന്നും പറ്റിയില്ല. മുട്ട പൊട്ടിയ സങ്കടം.
അത് സാരമില്ല, നാളെ വേറെ കൊണ്ടുവന്നാൽ മതി. എന്നാലും നമ്മുടെ ഒരു കാലക്കേടെ. ഇല്ലേൽ ആ കാലമാടൻ ആ സമയത്ത് വരൂ. അതും പറഞ്ഞ് ജാൻസി നേരെ നോക്കിയത് അയാളുടെ മുഖത്തേക്കായിരുന്നു. കൈകൾ മാറിൽ പിണച്ച് അടുക്കളയിലെ ചുവരിൽ ചാരി നിൽക്കുകയാണ് കക്ഷി. ഒരു നിമിഷം ജാൻസി ഞെട്ടിത്തരിച്ചു. ജാൻസിയുടെ നോട്ടം കണ്ടുകൊണ്ടാണ് ക്ലാര അവിടേക്ക് നോക്കുന്നത്. പെട്ടെന്ന് മുൻപിൽ മകനെ കണ്ടതും അവർ സന്തോഷത്തോടെ അവനെ വാരി പുണർന്നു. ജാൻസി ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ട് അവിടെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിനക്ക് മനസ്സിലായില്ലേ? അവൾ തോളുപൂച്ചി ഇല്ലെന്ന് പറഞ്ഞു. എടി കൊച്ചെ, ഇതാടി ചെറുക്കൻ ആൽവിൻ, എന്റെ പൊന്നുമോൻ. ആൽവിൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി. ജാൻസിയുടെ തലയുടെ മുകൾ കൂടി എത്ര കിളികളാണ് പറന്നു പോയതെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. നീ എങ്ങനെയാണ് വന്നത്? വണ്ടിയുടെ ശബ്ദം പോലും കേട്ടില്ലല്ലോ. ക്ലാര കാര്യമായ സംസാരത്തിലാണ്. ഞാൻ അമ്മച്ചിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വണ്ടി കുറച്ച് അപ്പുറം വെച്ച് നടന്നു കയറി വന്നതാണ്. അടുക്കളയിൽ വന്ന് അമ്മച്ചി ആദ്യം ഒന്ന് ഞെട്ടിക്കാമെന്ന് കരുതി. പക്ഷേ ഞെട്ടിയത് താനാണെന്ന് പറയണമെന്നുണ്ടായിരുന്നു അവന്. പോടാ, അവൻ്റെ ഒരു കുഞ്ഞുകളി. വലിയ പോലീസായിട്ടും ചെറുക്കന് കുട്ടിക്കളി മാറിയിട്ടില്ല. മകന്റെ നെഞ്ചിൽ വേദനിക്കാത്ത രീതിയിൽ ഒന്ന് തട്ടി ക്ലാര. പെട്ടെന്ന് ഫോൺ അടിച്ചു. അപ്പച്ചനായിരിക്കും. അതും പറഞ്ഞ് ഫോൺ എടുക്കാൻ പോയി ക്ലാര. ആൽവിൻ അവിടെ തന്നെ നിന്നു. രൂക്ഷമായ മുഖത്തോടെ ജാൻസി ഒന്ന് നോക്കി നിന്നു. അവൾ ഒരു കൂസലുമില്ലാതെ അവളുടെ ജോലി തുടരുകയാണ്. നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ട് കേട്ടോടി ജാൻസി റാണി. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ രൂക്ഷമായ രീതിയിൽ അത് പറഞ്ഞപ്പോൾ ജാൻസി അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. പെട്ടെന്ന് അവളുടെ മൂക്കിൻ തുമ്പ് ദേഷ്യത്താൽ ചുവന്നു. അത് കണ്ടപ്പോൾ അവന് ചിരി വന്നെങ്കിലും അവൻ അത് മനസ്സിൽ അടക്കി പിടിച്ചു. ആൽവിച്ച. ക്ലാരയുടെ വിളി കേട്ടാണ് അവൻ പുറത്തേക്ക് പോയത്. പോകും മുൻപ് അവളെ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കാൻ അവൻ മറന്നിരുന്നില്ല. ഒപ്പം ഒന്ന് മീശ പിരിക്കാനും. ഇപ്പൊ ഇവിടുത്തെ പണിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി. ആത്മകഥ പോലെ ജാൻസി പറഞ്ഞു. ആ പോട്ടെ, ഇവരെ ഒന്നും കണ്ടല്ലോ ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്, അവള് തന്നെ പറഞ്ഞു. ശേഷം അവൻ പറഞ്ഞതിലുള്ള ദേഷ്യം മുഴുവൻ ഒരു സവാള എടുത്ത് കൊത്തി കൊത്തി അരിഞ്ഞു തീർത്തു. അപ്പച്ചനല്ലേടാ, അനിതമോളാണ്, ക്ലാര പറഞ്ഞു. ആൽവിന്റെ ചേച്ചിയാണ് അനിത. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കാനഡയിൽ സെറ്റിലാണ് ആള്. അപ്പച്ചൻ ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ആ വരട്ടെ, ഞാനിവിടെ ഉണ്ടല്ലോ. എനിക്കൊരു കാപ്പി കിട്ടുമോ അമ്മച്ചി? നല്ല ക്ഷീണം. അവിടെ നിന്ന് ഇവിടം വരെ ഒറ്റ യാത്രയല്ലായിരുന്നു, അത് ബുള്ളറ്റ്, ആൽവിൻ പറഞ്ഞു. അത് കേട്ടതും ക്ലാര വിളിച്ചു പറഞ്ഞു. കൊച്ചേ, കുറച്ച് കാപ്പി എടുക്കണേ. കേൾക്കേണ്ട താമസം. പെട്ടെന്ന് തന്നെ ജാൻസി കാപ്പി ഇടാൻ തുടങ്ങി. ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അയാൾക്കിഷ്ടം കട്ടൻ കാപ്പിയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നലെ പൊടിച്ചു വെച്ച കാപ്പിപ്പൊടി എടുത്തു. ഏലക്കയും ഉലുവയും ജീരകവും ചേർത്ത് പൊടിച്ചതാണ് കാപ്പിപ്പൊടി. തിളച്ച വെള്ളത്തിലേക്ക് അവൾ കാപ്പിപ്പൊടി ഇട്ടു. കാപ്പി പകർന്ന് കപ്പിലെടുത്തു. ഉമ്മറത്തേക്ക് പോയി. ക്ലാരയുടെ കയ്യിൽ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അവർ മകന്റെ അരികിൽ സ്ഥാനം പിടിച്ചിരിക്കുക. പിന്നെ അങ്ങോട്ട് ചെന്നു കൊടുത്തു. അവൻ അവളെ ഒന്ന് നോക്കി, അത് വാങ്ങി. ശേഷം അതൊന്ന് സിപ്പ് ചെയ്തതിന് ശേഷം അവൻ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി. കാപ്പി പോരല്ലോ അമ്മച്ചി, കടുപ്പൊന്നുമില്ല, പാചകമൊന്നും അറിയത്തില്ല അല്ലയോ? അവളെ ഒന്ന് നോക്കി അവൻ പറഞ്ഞു. അവളുടെ മുഖത്ത് വീണ്ടും ദേഷ്യം ഇരച്ചു കയറുന്നത് അവൻ കണ്ടിരുന്നു. അത് കാണെ അവന് വീണ്ടും ചിരി പൊട്ടുന്നുണ്ടായിരുന്നു. അയ്യോ കൊച്ചേ, ഞാനത് പറയാൻ മറന്നുപോയി. അവനെ നല്ല കടുപ്പം വേണം. ഇന്നലെ അത് പറയാൻ ഞാൻ അങ്ങ് വിട്ടുപോയി. ഇവൾ എന്നേക്കാൾ നന്നായി പാചകം ചെയ്യും മോനെ. ക്ലാര അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം തെളിഞ്ഞു. സാരമില്ലമ്മച്ചി, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലാരമ്മച്ചി. പുറത്തുനിന്നും കാര്യസ്ഥൻ വിളിച്ചപ്പോൾ ക്ലാര ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. കാപ്പി കുടിച്ച് കപ്പ് അവളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കും മുൻപ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പിന്നെ എനിക്ക് കടുപ്പം ഇത്തിരി കൂടുതലാണ് ഇഷ്ടം. കടുപ്പം കൂടുതലുള്ളതൊക്കെ ഇഷ്ടമാണ്. നിന്നെ പോലെ. അവൾ മാത്രം കേൾക്കാൻ പാകത്തിനായിരുന്നു അവസാനം പറഞ്ഞ വരികൾ. അവൾ അവനെ തന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. തുടരും. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.